ഒരു വേദന സഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെറുതെ നടന്നു പോണ നമ്മളുടെ കാല് ഒന്നല്ലെങ്കിൽ ചുമരിൻ്റെ ആ ഒരു മൂല, അല്ലെങ്കിൽ കസേരയുടെ കാല്, ടേബിളിൻ്റെ കാല്, അങ്ങനെയൊക്കെ ചെന്ന് അങ്ങ് കയറി കൊടുക്കും നമ്മുടെ കാല്. അതേപോലെ കയറി കൊടുത്തതാണ് ഇപ്പം എൻ്റെ ഈ അനുഭവം കേട്ടോ. ഞാൻ വെറുതെ ആ സോഫയുടെ സൈഡിൽ കൂടെ നടന്നു പോയതാണ്. എങ്ങനെയാണ് ഇടിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആ ചെറുവിരൽ ചെന്നിട്ട് ആ സോഫയുടെ കാലിനൊരൊറ്റ ഇടി. എൻ്റെ പൊന്നെ, എൻ്റെ ജീവൻ പോയില്ല എന്നുള്ളൂ കേട്ടോ. എന്തൊരു വേദനയായിരുന്നെന്നറിയോ. ഒരുമാതിരി മരവിപ്പായിരുന്നു കുറേ നേരത്തേക്ക് കേട്ടോ. നടക്കാനും പറ്റണില്ല, കാല് കുത്താനും പറ്റാത്തൊരവസ്ഥയായിരുന്നേ. കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയ്യോ അമ്മയെന്ന് പറഞ്ഞതല്ലേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ കുറേ ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു. അമ്മ ആ ഓയിൽമെൻറ്റ് തന്നിട്ട് പരട്ടിക്കോന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോയി. ഞാനാണെങ്കിൽ പരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഓയിൽമെൻറ്റ് പറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു മരവിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഇനി മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നു. ഇനി ഒടിവും ചതവൊക്കെ വന്നാവോ തമ്പുരാനറിയാം. അങ്ങനെ പനിയൊക്കെ ഒന്ന് മാറി വന്നതായിരുന്നു. അപ്പോഴത്തേക്കും ദേ അടുത്തത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ മാറിയതല്ലേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേർ രണ്ടിനെയും അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും ചാച്ചനും കൂടി അങ്ങ് ഇറങ്ങിയിട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം 3 ആഴ്ചത്തോളമായി ഞാനും ചാച്ചനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇപ്പം അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശുദ്ധവായു ശ്വസിച്ചതിൻ്റെ ആണോ എന്നൊന്നും അറിയാൻ പാടില്ല. ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു 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 സന്തോഷം ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചാച്ചൻ്റെ അങ്കത്തട്ടിലേക്കായിരുന്നു. കാരണം ചാച്ചനൊരു ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആദ്യം കേട്ടോ. ആദ്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും കുറച്ച് കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ചാച്ചൻ എന്താണ് ജോലി എന്നുള്ളത്. ചാച്ചൻ ഫ്രീലാൻസ് ഫിറ്റ്നസ് ട്രെയിനറാണ്. ഇവിടെ ദുബായിൽ തന്നെയാണ്. ആൾക്ക് ഓൺലൈനായിട്ടും ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ട്, പേഴ്സണൽ ട്രെയിനറിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാച്ചൻ്റെ ഐഡിയിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചാച്ചൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് റൂമിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോഴത്തേക്കും ചായക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. കാരണം 2 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതേ കയറുന്നത് കേട്ടോ. അവരെന്താണ് അവസ്ഥ എന്നൊന്നും അറിയാൻ പാടില്ല. ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഒരാൾ നല്ല ഉറക്കമായിരുന്നു. എഴുതമോനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കയ്യിലെ കവർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഇളി കുറച്ചും കൂടെ അങ്ങ് കൂടിയിട്ടോ. പിള്ളേരെങ്ങനെ ഉണ്ടായി അമ്മ, വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ, നിൻ്റെ തലവട്ടം കാണുമ്പോഴാണ് ഈ പിള്ളേർക്ക് വാശിയും കരച്ചിലും ബഹളമൊക്കെ വരുന്നത്, അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പിള്ളേരായിട്ട് ഇവിടെ ഇരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. എന്താ അല്ലേ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.